കാര്യമുണ്ട്. കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വല്ലാത്തൊരു മുഴക്കം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക. ആ മുഴക്കം എന്ന് പറഞ്ഞാൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടതാണ്. നിതിൻ ഗഡ്കരി അദ്ദേഹത്തിനുമായിട്ടുള്ള ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞ് പിണറായി വിജയൻ അല്ല വേറൊരു ആളായിരുന്നുവെങ്കിൽ കേരളത്തിലെ ദേശീയപാത വികസനം നടക്കില്ല. അതാണ് ഒരു ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ. ഗെയിൽ പൈപ്പ് ലൈനിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അത് ഇച്ഛാശക്തിയാണ്. അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഓർമ്മയുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ, ദേശീയപാത വികസനവും ഗെയിൽ പൈപ്പ് ലൈനും യാഥാർത്ഥ്യമാക്കിയാൽ പിണറായി വിജയനെ സമ്മതിച്ചു കൊടുക്കുക എന്ന് പറയുന്ന സാധനമുണ്ട്. അതാ പറഞ്ഞ ഇച്ഛാശക്തി എന്താണെന്നുള്ളത് നമുക്ക് പ്രയോഗത്തിൽ കാണിച്ചു തന്ന ഒരു ഗവൺമെന്റ്. പിന്നെയാണ് സർവ്വതല സ്പർശിയായ വികസനം എന്ന് പറയുന്നത്. ഏത് മേഖലയാണ് സ്പർശിക്കാതിരുന്നത്? ആരോഗ്യ മേഖലയാകട്ടെ, വിദ്യാഭ്യാസ മേഖലയാകട്ടെ. കേരളത്തിലെ സ്കൂളുകളുടെ അവസ്ഥ എടുത്തു നോക്കൂ. ഈ 8 വർഷത്തിന് മുമ്പുള്ള സ്കൂളുകളുടെ അവസ്ഥയും ഈ 8 വർഷത്തിന് ശേഷമുള്ള സ്കൂളുകളുടെ അവസ്ഥ എടുത്തു നോക്കൂ. ആ മലാപ്പറമ്പ് സ്കൂളിന്റെ വാർത്തകൾ മാധ്യമങ്ങൾ ആഴ്ചകളോളം കൊണ്ട് നടന്നു. ആ സ്കൂളിന്റെ അവസ്ഥ എന്താണ്? കേരളത്തിലെ എല്ലാ സ്കൂളുകളും ഹൈടെക് സ്കൂളുകളല്ലേ? അടിസ്ഥാന സൗകര്യ മേഖലയിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് കൊണ്ടുവന്നത്? അതോടൊപ്പം തന്നെ പൂട്ടിക്കിടന്ന് ഇത്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വെള്ളൂരിലെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി കേന്ദ്രം പൂട്ടിച്ച സ്ഥാനമാണ്. അത് നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നില്ലേ? അങ്ങനെ എന്തായാലും ഇനി തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞാണ് അവർ സമ്മതിക്കുന്നതാണ്. വിഴിഞ്ഞം പദ്ധതി ഇങ്ങനെയല്ല. അതാണ് ഞാൻ പറഞ്ഞ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. എന്താണ് ഇച്ഛാശക്തി എന്ന് ജനത്തിന് ബോധ്യപ്പെട്ട 8 വർഷങ്ങൾ.